ഓക്കെ, നമ്മൾ പൈത്തണിന്റെ ഡേറ്റ ടൈപ്പിനകത്ത് രണ്ട് ടൈപ്പിനെ കുറിച്ചാണ് പറഞ്ഞ് നിർത്തിയിരുന്നത്. അതായത് പൈത്തണിന്റെ ഡേറ്റ ടൈപ്പിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞായിരുന്നു. ലിസ്റ്റുകൾ അല്ല, സ്ട്രിങ്ങുകൾ പറഞ്ഞായിരുന്നു, അതേപോലെ നമ്പേഴ്സും പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ നമുക്ക് അടുത്ത നോക്കാനുള്ളത് പൈത്തണിനകത്തെ ലിസ്റ്റുകളെ കുറിച്ചാണ്. അപ്പം പൈത്തണിനകത്ത് അടുത്തുള്ള ഒരു ഡേറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്. ഞാൻ പ്രസന്റേഷൻ നടത്തോട്ടെ. ഓക്കെ, ഇപ്പം മൂന്നാമതായിട്ട് നമ്മൾ പൈത്തണിനകത്ത് നോക്കുന്ന ഡേറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. ഇപ്പം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ എലമെന്റ്സിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും ലിസ്റ്റിനകത്ത് നമ്മൾ എലമെന്റ്സിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോമയായിരിക്കും. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ്, എലമെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. അങ്ങനെയാണ് നമ്മൾ ലിസ്റ്റിന്റെ റെപ്രസെന്റേഷൻ എഴുതുന്നത്. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ മറ്റ് ലാംഗ്വേജിനകത്ത് CPP അറൈസ് ഉണ്ടല്ലോ. അപ്പം അറൈസ് പോലത്തെ ഒരു സെയിം സാധനമാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അറയും ലിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറയുന്നത്. അതായത് അറൈസിനകത്താണെങ്കിൽ നമ്മൾ എന്താണ് സിമിലർ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ സെയിം ഡേറ്റ ടൈപ്പിനകത്തുള്ള എലമെന്റ്സിനെ ആയിരുന്നു നമ്മൾ അറൈസിൽ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ലിസ്റ്റിനകത്താണെങ്കിൽ ലിസ്റ്റിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സിനകത്തുള്ള ഇത് നമുക്ക് ലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാലും നമുക്ക് ലിസ്റ്റിനകത്ത് സ്ലൈസ് ഓപ്പറേറ്റർ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ആ സ്ലൈസ് ഓപ്പറേറ്ററിന്റെ നമുക്ക് എന്താണ് അതിന്റെ കോഡ് എഴുതുന്ന ടൈമിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റിന് നമുക്ക് ലിസ്റ്റിനകത്ത് ഇനി കുറച്ച് ഫങ്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സ്ട്രിങ്ങിനകത്ത് കുറച്ച് അധികം ഫങ്ഷൻസ് നോക്കിയായിരുന്നു. അതേപോലെ ലിസ്റ്റിനകത്ത് കുറച്ച് ഇൻബിൽട്ട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് അപ്പൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമുക്ക് ഇപ്പൊ ഇങ്ങനെ വിശദീകരിക്കാണ്ട് ഓരോ ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിച്ച് നോക്കി പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ ID ഒന്ന് എടുക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള ലിസ്റ്റിനകത്തുള്ള കുറച്ച് ഫംഗ്ഷൻസിനെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ആദ്യം തന്നെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിങ് എങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തത്, ആദ്യം ഒരു സ്ട്രിങ്ങിന് നെയിം കൊടുത്തു, അതായത് ഒരു വേരിയബിളിന് നെയിം കൊടുത്തു, അതിനകത്ത് നമ്മൾ എലമെന്റ്സിനെ അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെയല്ലായിരുന്നു ചെയ്തത്. അതേപോലെ തന്നെ ലിസ്റ്റിനകത്തും ഇപ്പൊ ഞാൻ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ഇതിനകത്തിന് എന്താണ് എലമെന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എലമെന്റ്സ് എഴുതുന്നത്. അതേപോലെ എന്താണ് വാല്യൂസിനെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് ആപ്പിൾ എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുത്തു. അതേപോലെ തന്നെ ബനാന എന്ന് പറഞ്ഞൊരെണ്ണം കൊടുത്തു. അപ്പൊ സ്ട്രിങ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻവെർട്ടർ കോമയിലായിരിക്കണം കൊടുക്കേണ്ടുള്ളത്. അപ്പൊ ഞാൻ 2 സ്ട്രിങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 നമ്പേഴ്സ് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2 നമ്പേഴ്സ് കൊടുത്തു. പിന്നെ വീണ്ടും എന്തെങ്കിലും ഒരു സ്ട്രിങ് കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് എന്താണ് നമ്മളെ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പൊ നമുക്ക് ഈ ലിസ്റ്റിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രിന്റ് മൈ ലിസ്റ്റ് എന്ന് കൊടുത്താൽ എന്താണ് ലിസ്റ്റിനെ പ്രിന്റ് ആവും. അതാണ് നമ്മളെ ലിസ്റ്റ് പ്രിന്റ് ആയിട്ടുണ്ട്. അതാണ് ലിസ്റ്റിനെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈസ് ഓപ്പറേറ്ററിന്റെ കാര്യം, അപ്പം അത് വെച്ചിട്ട് നമ്മൾ ലിസ്റ്റിന്റെ എലമെന്റ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ സ്ട്രിങ്ങിനകത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്, എന്താണ് പ്രിന്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും കൊടുത്താൽ അതുവരെയുള്ള എലമെന്റ് പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ എന്തിനകത്താണ് സ്ട്രിങ്ങിനകത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ സെയിം സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. ഞാനിപ്പോൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 1 കൊടുത്തു, എൻഡിങ് ഇൻഡെക്സ് 3 കൊടുത്താൽ 1 മുതൽ 3 വരെയുള്ള ഇത് ഇവിടെ വരും. അതെ, ഒന്നാമത്തത് ഫസ്റ്റ് ഇൻഡെക്സ് കിടക്കുന്ന ബനാനയാണ് 0 1. ഫസ്റ്റ് ഇൻഡെക്സ് ബനാന കിടക്കുന്നു. അതേപോലെ സെക്കൻഡ് ഇൻഡെക്സ് 65 കിടക്കുന്നു. അപ്പം തേർഡ് ഇൻഡെക്സ് എടുക്കത്തില്ല. 3 വരെ വരും എന്ന് പറഞ്ഞാൽ 1 2 വരും, 3 വരത്തില്ല. ഓക്കെ, 1 എടുക്കും, 2 എടുക്കും, 3 എടുക്കത്തില്ല. അപ്പൊ അങ്ങനെയാണ് എന്താണ് സ്ലൈസ് ഓപ്പറേറ്റർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലിസ്റ്റിനകത്ത് പറഞ്ഞ പോലെ കുറച്ച് ഇൻബിൽട്ട് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പം ലിസ്റ്റിനകത്തേക്ക് നമുക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് അപ്പൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ 2 ഫംഗ്ഷൻസ് ലിസ്റ്റിലേക്ക് നമുക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പൊ അപ്പൻഡ് എന്ന് എഴുതുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മളെ ലിസ്റ്റിന്റെ നെയിം മൈ ലിസ്റ്റ്, പിന്നെ ഡോട്ട് ഇട്ട് അപ്പൻഡ് നമ്മളെ ഫംഗ്ഷൻ വിളിക്കുകയാണ്. അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. അതിനകത്ത് എന്താണ് വാല്യൂസ് ആയിട്ട് അതിന് അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്തിനാണ് ആഡ് ചെയ്യേണ്ടുള്ളത് അത് കൊടുക്കാം. ഇപ്പൊ എനിക്ക്
ഒരു ചെറിയാണ് ആഡ് ചെയ്യേണ്ടുള്ളത് എങ്കിൽ ഞാൻ ചെറി എന്ന് കൊടുത്താൽ അത് ലിസ്റ്റിലേക്ക് അപ്പൻഡ് ആവും. ഇനി ഞാൻ ലിസ്റ്റിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും, നമുക്ക് ആ ചെറിയും കൂടെ അതിനകത്ത് ആഡ് അയക്കുന്ന കാണാം. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടേ നമ്മളെ ചെറി ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ട ഏറ്റവും അവസാനത്തെ ഇൻഡെക്സിലായിരിക്കും എന്താണ് നമ്മൾ അപ്പൻഡ് ചെയ്യുന്ന എലമെന്റ് ആഡ് ആവുന്നത്. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും അവസാനത്തെ ഇൻഡെക്സിൽ മാത്രം ആഡ് ചെയ്തുകൊണ്ട് കാര്യമില്ലായിരിക്കും. നമുക്ക് എന്തായാലും നമുക്ക് ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും സെയിം തന്നെയാണ്, മൈ ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട്. ഇനി അതിന്റെ പാരാമീറ്ററിനകത്ത് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്, ഇതിനകത്ത് 2 പാരാമീറ്റർ ഉണ്ട്. ഈ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഏത് ഇൻഡെക്സിലേക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടുള്ളത്. ഇപ്പൊ എനിക്ക് 1ാമത്തെ ഇൻഡെക്സിലേക്കാണ് ആഡ് ചെയ്യേണ്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ 1 കൊടുത്തു. ഇനി എനിക്ക് ഏത് വാല്യൂ ആണ് അവിടെ ആഡ് ചെയ്യേണ്ടുള്ളത്. എനിക്കിപ്പോ സാഫർ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ സാഫർ എന്ന് കൊടുത്തു. ഓക്കെ, ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ലിസ്റ്റിനെ പ്രിന്റ് ചെയ്ത് നോക്കിയല്ലേ ചെയ്യേണ്ടുള്ളത്. അപ്പൊ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇൻസേർട്ട് ആയോ എന്ന് നോക്കാം. ഓക്കെ, ലിസ്റ്റിനെ പ്രിന്റ് ചെയ്തു. ആപ്പിൾ കഴിഞ്ഞ് സാഫർ ആഡായി. അപ്പൊ 0th ഇൻഡെക്സ് ആയിരുന്നു ആപ്പിൾ, 1ാമത്തെ ഇൻഡെക്സ് ആയിട്ട് സാഫർ ആഡായി. നേരത്തെ ലിസ്റ്റ് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ലിസ്റ്റ് ഇതായിരുന്നു. അപ്പൊ അതിനകത്ത് എന്താണ് നമ്മൾ ഇവിടെ സാഫറും കൂടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ len എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം len എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിസ്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. നമ്മൾ സ്ട്രിങ്ങിനകത്ത് len എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ. അതിനകത്ത് len എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ എന്താണ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ len ഓഫ് മൈ ലിസ്റ്റ്. ഓക്കെ, പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താണ് ലിസ്റ്റിന്റെ ലെങ്ത് 7 ആണ്. നോക്കാം, 1 2 3 4 5 6 7 എലമെന്റ്സ് ഉള്ള ലിസ്റ്റ് ആണ്. അപ്പൊ എന്താണ് നമുക്ക് ലെങ്ത് എന്തോ കിട്ടി, 7 എന്ന് കറഞ്ഞു കിട്ടി. അതായത് ലിസ്റ്റിന്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ len എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത്, ഞാൻ ജസ്റ്റ് ലിസ്റ്റിനകത്തേക്ക് ഒരു വാല്യൂ കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. ഒരു ചെറിയ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആഡ് ചെയ്യാണ്. ഇതിപ്പോ ആഡ് ചെയ്യുന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ചെറിയ ഒന്നും കൂടെ ആഡ് ചെയ്തു. ഇപ്പം ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ പ്രിന്റ് മൈ ലിസ്റ്റ്. ഓക്കെ, ഇപ്പൊ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ ചെറിയ 2 പ്രാവശ്യം ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ കൗണ്ട് എന്നൊരു ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഏതെങ്കിലും എലമെന്റ് എത്ര പ്രാവശ്യം നമ്മൾ ലിസ്റ്റിനകത്ത് ഒരു എലമെന്റ് എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിനകത്ത് എലമെന്റ്സ്, ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വഴി പാസ് ചെയ്ത് കൊടുക്കുന്ന എലമെന്റ് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മളിപ്പോ ഞാൻ ചെറിയ ആഡ് ചെയ്തത് എന്താണ്, ഇപ്പൊ ഈ ഒരു ലിസ്റ്റിൽ ഒരു വാല്യൂസ്, നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഒരു വാല്യൂസും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഒന്നും കൂടെ ആഡ് ചെയ്തത്. അപ്പൊ 2 ചെറിയ ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയുടെ കൗണ്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചെറിയ ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിന്റാക്സ് പ്രിന്റ് ചെയ്യാണ്. നമ്മൾ കൗണ്ട് പ്രിന്റ് ചെയ്യാണ്. മൈ ലിസ്റ്റ് ഡോട്ട് കൗണ്ട് ഓഫ് ചെറി. അപ്പൊ ചെറിയുടെ കൗണ്ട് നമുക്ക് നോക്കാം, 2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 2 കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റ് ലിസ്റ്റിനകത്ത് എത്ര പ്രാവശ്യം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലിസ്റ്റിലേക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? ഏതൊക്കെയാണ്? ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡും ഉണ്ട്, അതേപോലെ അപ്പൻഡ് എന്ന് പറയുന്ന മെത്തേഡും ഉണ്ട്. അങ്ങനെ 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ലിസ്റ്റിലേക്ക് വാല്യൂസിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലിസ്റ്റിൽ നിന്ന് നമുക്ക് എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 2 ഫംഗ്ഷൻസ്, മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടാ. അപ്പൊ 2 ഫംഗ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം അതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോപ്പ് എന്നൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, പോപ്പ് എന്നൊരു ഫംഗ്ഷൻ ആണ് അതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് പോപ്പ് എന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പം ജസ്റ്റ് നമ്മൾ അതൊന്നും ചെയ്യണ്ട, മൈ ലിസ്റ്റ് ഡോട്ട് പോപ്പ് എന്ന് മാത്രം വിളിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് എന്താണ് ചെറി. ഇപ്പൊ ലാസ്റ്റ് കിടന്ന ചെറിയാണ് എന്താണ് ലിസ്റ്റിൽ നിന്ന് പോപ്പായി പോയിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എന്താണ്
ലിസ്റ്റിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ചെറിയ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ എന്ന് നോക്കാം നമുക്ക്. അതെ, ചെറിയ ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം കിടക്കുന്ന എലമെന്റ് ആണ് റിമൂവ് ആയി പോകുന്നത് അല്ലെ. പോപ്പ് എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിമൂവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് അടുത്ത ഫംഗ്ഷൻ. ആ റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഐറ്റത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൂവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ജസ്റ്റ് നേരത്തെ പോലെ തന്നെ മൈ ലിസ്റ്റ്, നമ്മളെ ലിസ്റ്റിന്റെ നെയിം മൈ ലിസ്റ്റ് ഡോട്ട് റിമൂവ് എന്നാണ് നമ്മളെ ഫംഗ്ഷന്റെ നെയിം. അപ്പൊ റിമൂവ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വാല്യൂ ആണ് റിമൂവ് ചെയ്യേണ്ടുള്ളത് അത് കൊടുക്കാം. അപ്പൊ എനിക്ക് റിമൂവ് ചെയ്യേണ്ടുള്ള 65 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ അത് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്, ലിസ്റ്റിൽ നിന്ന് 65 റിമൂവ് ആയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയി നോക്കാം എന്താണ്, നമുക്ക് ലിസ്റ്റിനെ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. താണ്ടെ ലിസ്റ്റിൽ നിന്ന് 65 പോയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വാല്യൂ കൂടെ റിമൂവ് ചെയ്യാണ്. അടുത്തത് 75നെയും കൂടെ എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ മൈ ലിസ്റ്റ് ഡോട്ട് റിമൂവ് 75. അപ്പോഴത്തേക്ക് എന്താണ്, ഈ 75 റിമൂവ് ആയി പോകും. അപ്പൊ നമുക്ക് ലിസ്റ്റിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ അതാണ്ട് എന്താണ്, ലിസ്റ്റിനകത്ത് എന്താണ് ആ കാര്യങ്ങളെല്ലാം പോയി എന്താണ്, ലിസ്റ്റിൽ നിന്ന് നമ്മൾ കൊടുത്ത, അതായത് റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുത്ത ആ രണ്ട് വാല്യൂസും നമുക്ക് റിമൂവ് ആയി പോയി. അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഏതൊക്കെയാണ്, ഒന്ന് പോപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് എന്തിനകത്താണ്, ഏറ്റവും അവസാനം കിടക്കുന്ന, ഏറ്റവും അവസാനത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂവിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതേപോലെ രണ്ടാമത് റിമൂവ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിമൂവ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. അപ്പം റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ലിസ്റ്റ് നെയിം, അപ്പൊ ലിസ്റ്റ് നെയിം മൈ ലിസ്റ്റ് ആണ്, ഡോട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. റിവേഴ്സിനകത്ത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ലിസ്റ്റ് റിവേഴ്സ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിസ്റ്റിനെ ഒന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും നേരത്തെ പോലെ ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ എന്താണ്, റിവേഴ്സ് ആയിട്ടുള്ള ലിസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. നേരത്തെ എന്താണ്, ആപ്പിളിൽ തുടങ്ങി ചെറിയിലായിരുന്നു ലിസ്റ്റ് തീരുന്നത്. ഇപ്പൊ എന്താണ്, ചെറിയിൽ തുടങ്ങിയിട്ട് ആപ്പിളിൽ തീരുന്നുണ്ട്. ഇങ്ങനെയാണ് റിവേഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു എന്താണ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്, അല്ല റിവേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സോർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പം സോർട്ട് ചെയ്യുന്ന പറഞ്ഞ സോർട്ട് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മളെ ലിസ്റ്റിലെ എലമെന്റ്സിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാനിപ്പം പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. മൈ ലിസ്റ്റ് 2 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് കുറച്ച് റാൻഡം ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പം ഫസ്റ്റ് സാഫർ എന്ന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് രോഹിത് എന്ന് കൊടുത്തു, ശരത് എന്ന് കൊടുത്തു, ഇനി ആപ്പിള്. ഓക്കെ, ഞാൻ ഇപ്പൊ ഇത്രയും ഇത് കുറച്ചൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ലിസ്റ്റിനകത്ത് ഞാൻ സോർട്ട് ചെയ്യാൻ നോക്കിയാണ്. അപ്പം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, സോർട്ട് ചെയ്ത് പുതിയൊരു ലിസ്റ്റിലേക്ക് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മൈ ലിസ്റ്റ് 3 എന്ന് പറഞ്ഞൊരു ലിസ്റ്റിലേക്ക് എന്താണ്, ഞാൻ സോർട്ട് ചെയ്തുള്ള വാല്യൂസിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്റെ മൈ ലിസ്റ്റ് 2 എന്ന് പറയുന്ന ലിസ്റ്റ് ആണ് നമുക്ക് സോർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ മൈ ലിസ്റ്റ് 2 ഡോട്ട് സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു. മൈ ലിസ്റ്റ് 3ലേക്ക് സ്റ്റോർ ചെയ്തു. മൈ ലിസ്റ്റ് 3 ഇപ്പൊ സോർട്ട് ആയില്ലെങ്കിൽ നോക്കട്ടെ, ആവണ്ടുള്ളയാണ്. മൈ ലിസ്റ്റ് 3 മൈ ലിസ്റ്റ് 2 നോക്കിയോ.
ഒന്നും വേണ്ട, പുതിയ ലിസ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നും വേണ്ട. നമ്മൾ മൈ ലിസ്റ്റ് ടു ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെറുതെ വിളിച്ചാൽ മാത്രം മതി. ഇപ്പൊ മൈ ലിസ്റ്റ് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേക്ക് അതുണ്ടായി ഓട്ടോമാറ്റിക് ആയിട്ട് അത് സോർട്ട് ആവുന്നുണ്ട്. ആദ്യം എയിനകത്ത് വരുന്നത് വന്നു, പിന്നെ ആറിനകത്ത് വരുന്നത് വന്നു, പിന്നെ എസിനകത്ത് വരുന്നത് വന്നു, വീണ്ടും എസിനകത്ത് തന്നെ വരുന്നത്. ഇപ്പൊ എസ് എ എഫ് കഴിഞ്ഞിട്ടല്ലേ എസ് എ ആർ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ആൽഫബറ്റിക് ഓർഡറിനകത്ത് അവിടെ സോർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ മൈ ലിസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞതാണ് സോർട്ട് ചെയ്തിട്ട് വേറൊരു ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ നോക്കിയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് നണ്ണെന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പൊ ഞാൻ അല്ലാണ്ട് തന്നെ ജസ്റ്റ് ആ സോർട്ട് ചെയ്ത സാധനത്തിന് മൈ ലിസ്റ്റ് ടു ഡോട്ട് സോർട്ട് എന്നാണല്ലോ നമ്മൾ ഫംഗ്ഷന് കൊടുത്തത്. അപ്പൊ മൈ ലിസ്റ്റ് ടുവിനെ പ്രിന്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മളെ സോർട്ടിങ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കോപ്പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം കോപ്പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൽ കിടക്കുന്ന എലമെന്റ് മറ്റൊരു ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പി എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യം ഒരു പുതിയ ഒരു ലിസ്റ്റ് ദി ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റിനകത്തേക്കാണ് എനിക്ക് മൈ ലിസ്റ്റിനെ കൊണ്ടുവന്ന് കോപ്പി ചെയ്തിട്ടുള്ളൂ. അപ്പം ദി ലിസ്റ്റ് ഈസ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ടു അല്ലേ, മൈ ലിസ്റ്റ് ടു ഡോട്ട് കോപ്പി എന്ന ഫംഗ്ഷൻ അല്ലേ, കോപ്പി. ഇനി ദി ലിസ്റ്റിനെ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ ദി ലിസ്റ്റ് ആണ്ടേ നമ്മളെ എന്താണ് ആപ്പിളിനകത്ത് അല്ല മൈ ലിസ്റ്റ് ടുവിനകത്ത് എന്തൊക്കെ വാല്യൂസ് ഉണ്ടായിരുന്നോ അതെല്ലാം എന്താണ് ദി ലിസ്റ്റ് എന്ന വാല്യൂ ലിസ്റ്റിനകത്തേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. അതായത് എന്താണ് കോപ്പി എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ കോപ്പി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലിസ്റ്റിൽ കിടക്കുന്ന വാല്യൂസിനെ കോപ്പി ചെയ്ത് അടുത്ത ലിസ്റ്റിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും മെത്തേഡുകളാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ആ PPT ഒന്ന് എടുക്കാം. അപ്പൊ ഇതിനകത്ത് ഇത്രയും മെത്തേഡുകളാണ് നമ്മൾ ലിസ്റ്റിനകത്തുള്ളത്. ഓക്കെ.